നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് റെക്ടിഫൈ ചെയ്യാം. ഇപ്പൊ എന്തോ ഒരു പ്രശ്നം വന്നതാണ്. എനിക്ക് എന്റെ മൈക്രോഫോൺ ഒന്നും ലാപ്ടോപ്പിൽ വർക്ക് ആവുന്നില്ല. സോ ഐ എം ടേക്കിംഗ് ഇറ്റ് മൈ ടാബ്ലറ്റ്. ഓക്കെ, അപ്പം ഇന്ന് എനിക്ക് ഐ എം വെരി സോറി ഫോർ ദാറ്റ്. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റില്ല ഡ്യൂ ടു സം ടെക്നിക്കൽ റീസൺസ്. ഓക്കെ, ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം ഐ ഡു ദാറ്റ്. ഓക്കെ, അപ്പം ടുഡേ ഈസ് മൈ ഫസ്റ്റ് ക്ലാസ്. ഞാൻ നിങ്ങൾക്ക് എടുക്കുന്ന ടോപ്പിക് APPയുടെ സിലബസിൽ വരുന്ന ഫസ്റ്റ് വരുന്ന കുറച്ച് ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇഫ് എനിബഡി ഓഫ് യു ക്യാൻ സ്വിച്ച് ഓൺ യുവർ ക്യാമറാസ് ദാറ്റ് വിൽ ബി വെൽ ആൻഡ് ഗുഡ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായത് കൊണ്ടാണ്, കാരണം എനിക്ക് നിങ്ങളുടെ ഒരു ഐ കോണ്ടാക്റ്റും കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇഫ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ പ്ലീസ്. ഓക്കെ, അപ്പൊ ഞാൻ അപ്പൊ ഐ വിൽ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് സഹല ഫർസാന. ഐ ഹവ് ബീൻ പ്രാക്ടീസിങ് ഫോർ ലാസ്റ്റ് 5 years. ഓക്കെ, അപ്പം ഐ ബി ടേക്കിംഗ് നിങ്ങൾക്ക് ടോപ്പിക്സ് ഇതിൽ അലോട്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് ഇപ്പൊ ഞാൻ എടുക്കുന്നത് നമ്മളുടെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള കുറച്ച് ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ആണ് ഇന്ന് ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ 2-3 കാര്യങ്ങൾ ഐ ജസ്റ്റ് ടെൽ യു ബിഫോർ ഐ സ്റ്റാർട്ട് മൈ ക്ലാസ്. ദാറ്റ് ഈസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡ്രോപ്പ് ഇറ്റ് ഇൻ ദ ചാറ്റ് ബോക്സ്. ഓക്കെ, ചാറ്റ് ബോക്സിൽ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, then we'll do that. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്യുക. ഞാൻ മനസ്സിലായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്ലീസ് ഗിവ് എ തംസ് അപ്പ്. കാരണം ഇത് ഈ വഴിയിലൂടെയൊക്കെയാണ് നമുക്ക് പരസ്പരം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന മീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് 2-3 കണ്ടീഷൻസ് ആണ് എന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഉള്ളത്. ഫസ്റ്റ് തിങ് ഈസ് ദാറ്റ് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഗിവ് യു 100%. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാൻ നോക്കുക. കാരണം കോമ്പറ്റീവ് എക്സാംസിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, പഠിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ ടോട്ടലി ഡിഫറെന്റ് ഗെയിം. നമ്മൾ കോളേജിൽ പഠിച്ചതോ അല്ലെങ്കിൽ മുന്നേക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും. കോമ്പറ്റീവ് എക്സാംസിന് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ വൃത്തിക്ക് പഠിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കരുത്. ഇതിന്റെ ഏതെങ്കിലും രണ്ടറ്റത്താണ് നമ്മൾ നിൽക്കേണ്ടത്, നടുവിൽ നിൽക്കാൻ പാടില്ല. ഓക്കെ, സോ മേക്ക് ഷുവർ ദാറ്റ് വെൻ ഐ ടീച്ച് എ ടോപ്പിക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏതൊരു ടോപ്പിക്ക് പഠിക്കുന്ന സമയത്തും നിങ്ങൾ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം 100% ആ ടോപ്പിക്കിലെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണം. ബിക്കോസ് ഇപ്പൊ ലാസ്റ്റ് ലീഗൽ അസിസ്റ്റന്റ് എക്സാം നോക്കിക്കഴിഞ്ഞാലും ഇപ്പൊ നിങ്ങൾ APPന്റെ ഒക്കെ PSC മോഡൽ എക്സാംസ് നോക്കുമ്പോൾ വിൽ ബി ഗിവിംഗ് 4 MCQൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും അല്ലെ. ഈ ഓപ്ഷൻസ് ഒക്കെ കൺഫ്യൂസിങ് ആയിട്ടുള്ള, നമുക്ക് 4 ചിലപ്പോൾ 2 നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. 2 തെറ്റാണെന്ന് മനസ്സിലായി, പക്ഷെ ഇനിയുള്ള 2 ഏകദേശം ഒരേ മാതിരി നമുക്ക് എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ആണ് ഉണ്ടാവുക. അപ്പൊ അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ആ കോൺസെപ്റ്റ് അത്രയും ക്ലിയർ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ എന്താണ് കറക്റ്റ് ആൻസറിന് കിട്ടുള്ളൂ. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ എവ്രിവൺ? ഓക്കെ, അപ്പം ഇന്നിപ്പോ 1 hour ക്ലാസ്സിൽ നമ്മളൊരു കുഞ്ഞു ടോപ്പിക് ആയിരിക്കും കവർ ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾ കോളേജിലൊക്കെ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഡെയിലി നമുക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാണ്. ആൻഡ് MCQൽ ഇത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാവുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ ഐ വിൽ ബി ഷെയറിംഗ് മൈ സ്ക്രീൻ. ഓക്കെ, ഐ എം വെരി സോറി ദാറ്റ് ഐ എം നോട്ട് ഏബിൾ ടു സ്വിച്ച് ഓൺ മൈ ക്യാമറ. ഓക്കെ, വെരി സോറി. ഇതില് ഞാൻ പറയാം ഇതിൽ ഏതാണ് നമ്മള്. ഐ ഹോപ്പ് മൈ സ്ക്രീൻ ഇസ് വിസിബിൾ അല്ലേ? എന്റെ സ്ക്രീന് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, സ്ക്രീന് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഐ എം ടേക്കിംഗ് മൈ ക്ലാസ് ഓൺ മൈ iPad. അപ്പൊ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുന്ന സമയത്ത് എനിക്ക് നിങ്ങളുടെ പാർട്ടിസിപ്പൻസിന്റെ ഇത് കാണാൻ പറ്റൂല. അപ്പൊ ഇൻ കേസ് എന്റെ വോയിസ് ബ്രേക്ക് ആവുക, അല്ലെങ്കിൽ സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ടൊന്ന് പറയണം. എനിക്ക് ചാറ്റ് ഇപ്പൊ എനിക്ക് കാണാൻ പറ്റൂല, ബിക്കോസ് സിൻസ് ഐ എം ഷെയർ മൈ സ്ക്രീൻ ഐ നോട്ട് ബി ഏബിൾ ടു സി യു. ഓക്കെ, ഒന്നും എനിക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒന്നും എനിക്ക് മനസ്സിലാവൂല, കാണാൻ പറ്റൂല. അറ്റ് എ ടൈം ഒരു സ്ക്രീനേ ഇപ്പൊ പറ്റുള്ളൂ. ഇന്നൊരു ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ്. ഓക്കെ, സോ ആർക്കെങ്കിലും ഇടയിൽ ഐ മീൻ വോയിസ് ക്ലിയർ അല്ല എന്നൊക്കെയുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പേഴ്സൺ അണ്ടർ ലോ. നിയമത്തിന്റെ മുന്നിൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ അതിൽ ആരൊക്കെയാണ് ഇൻക്ലൂഡ് ആവുന്നത്? ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ജൂറിസ്പ്രുഡൻസിൽ പഠിക്കുന്ന ടോപ്പിക്കുകളാണ്. ജൂറിസ്പ്രുഡൻസിൽ അതേപോലെ തന്നെ നമ്മൾ ഓവറോൾ ഇതൊരു ഇൻട്രൊഡക്ടറി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഈ പേഴ്സൺസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, നിയമത്തിൽ പേഴ്സൺസ് എന്ന് ഉദ്ദേശിക്കുന്നത്
ആരൊക്കെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ ലീഗൽ പേഴ്സണാലിറ്റി എന്തൊക്കെയാണ്, ഒരു ആനിമലിന്റെ പേഴ്സണാലിറ്റി എന്താണ് നിയമത്തിന് മുന്നിൽ, ഒരു അൺബോൺ പേഴ്സന്റെ പേഴ്സണാലിറ്റി എന്താണ്, എ ഡെഡ് പേഴ്സൺ അല്ലെങ്കിൽ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി, ഇതൊക്കെയാണ് വി ആർ ഗോയിങ് ടു ഡിസ്കസ്. നെക്സ്റ്റ് തിങ് വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ക്രിമിനൽ ലയബിലിറ്റി, കോർപ്പറേറ്റ് ക്രിമിനൽ ലയബിലിറ്റി ആണ്, അതെന്താന്നുള്ളത് ഐ വിൽ ഡിസ്കസ്. Then we'll be discussing about concept of property. ഇതൊക്കെ ജൂറിയിലുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, അതുപോലെ തന്നെ വാട്ട് ആർ ദ കൈൻഡ്സ് ഓഫ് പ്രോപ്പർട്ടി, കൈൻഡ്സ് ഓഫ് റൈറ്റ്സ്, സ്റ്റേറ്റ്, എസെൻഷ്യൽ എലമെന്റ്സ് ആൻഡ് സ്റ്റേറ്റിന്റെ പല ഡിഫറെന്റ് വിഷയമാണ് ഇത് നമ്മൾ പഠിക്കും. ഈച്ച് വിൽ ബി കവറിംഗ് ദിസ് ഓൾ ടോപ്പിക്സ് ടുഡേ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇസ് ദർ എനി പ്രോബ്ലം ഓർ ഇഷ്യൂസ് ദാറ്റ് യു ആർ ഫേസിംഗ്? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലാരിറ്റി കുറവുണ്ട്. ക്ലാരിറ്റി കുറവുണ്ട് അല്ലെ? ഒരു മിനിറ്റ്, ഒന്ന് പ്ലീസ് ഗിവ് മീ 1 സെക്കൻഡ്. ഇപ്പൊ വോയിസ് ഓക്കെ ആണോ? ഓക്കെ, ഇപ്പൊ ക്ലാരിറ്റി ഉണ്ടല്ലോ എല്ലാവർക്കും? ക്ലിയർ അല്ലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പം ഇതില് നമ്മൾ ഈ ടോപ്പിക്സുകളൊക്കെ വിൽ ബി കവറിംഗ് ടുഡേ. ഓക്കെ, ഇത് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ്, നിങ്ങൾക്ക് എപ്പോഴും ഒരു ഐഡിയ വെക്കേണ്ട ടോപ്പിക്സുകളാണ്. അപ്പൊ ബേസിക്കലി നമ്മൾ ഒരു നിയമത്തിന്റെ മുന്നിൽ ഒരു പേഴ്സൺ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ ഹ്യൂമൻ ബീങ്സ്, മനുഷ്യന്മാരെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഒരു പേഴ്സൺ എന്ന നിയമത്തിൽ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ലോയിൽ ഉദ്ദേശിക്കുന്നത് ഒരു എൻറ്റിറ്റി ആണ്. ഓക്കെ, ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഹ്യൂമൻ ബീങ്സ് ബട്ട് എൻ എൻറ്റിറ്റി കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഹോൾഡ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റിക്കാണ് നമ്മൾ നിയമത്തിന്റെ മുന്നിൽ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് പേഴ്സൺസ് ഉണ്ട്. നാച്ചുറൽ പേഴ്സൺസ് ഉണ്ട്, ലീഗൽ പേഴ്സൺസ് ഉണ്ട്. നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ദ ഹ്യൂമൻ ബീങ്സ്. ലീഗൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ശരിക്കും അവര് ലിറ്ററൽ ടേം അല്ലെങ്കിൽ ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ പേഴ്സൺസ് അല്ല. ഐ മീൻ ട്രൂ സെൻസിൽ നമ്മൾ ഹ്യൂമനെ വെച്ച് നോക്കുമ്പോൾ, പക്ഷെ അവരൊരു എൻറ്റിറ്റി ആണ്. ബിക്കോസ് അവർക്ക് കുറച്ച് റൈറ്റ്സും ഡ്യൂട്ടീസും ഉള്ള ഒരു എൻറ്റിറ്റി. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി വി നോ ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് എ പേഴ്സൺ. ഒരു കമ്പനി ഒരു പേഴ്സൺ അല്ല. ഐ മീൻ ഇൻ എ ട്രൂ സെൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്പനി എന്ന് പറയുന്നത് ഒരു മനുഷ്യനായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ അതിനെ ഒരു പേഴ്സൺ ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിക്ക് റൈറ്റ്സും ഉണ്ട്, ഡ്യൂട്ടീസും ഉണ്ട്. ഓക്കെ, അപ്പൊ ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ കമ്പനി എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ഒരു ലീഗൽ പേഴ്സണാലിറ്റിയെ നിയമം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റിയാണ്. അയാൾക്ക് നാച്ചുറൽ പേഴ്സണിനെ പോലെയുള്ള ഒരു എന്താ പറയാ, ഒരു ജീവനുള്ള വസ്തുവോ അല്ലെങ്കിൽ ഒരു മനുഷ്യനൊന്നും അല്ല. പക്ഷെ നിയമത്തിന്റെ മുന്നിൽ നിയമം അയാൾക്ക് ഒരു സ്റ്റേറ്റസ് കൊടുക്കാണ് ആസ് എ പേഴ്സൺ. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? മനസ്സിലായോ? ഓക്കെ, അപ്പൊ രണ്ട് ടൈപ്സ് ഓഫ് പേഴ്സൺസ് ആണുള്ളത്, നാച്ചുറൽ പേഴ്സൺസും ലീഗൽ പേഴ്സൺസും. നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഹ്യൂമൻ ബീങ്സ് ആ ഒരു കാറ്റഗറി, ഇത് നമ്മൾ മനുഷ്യന്മാരെയാണ് നാച്ചുറൽ പേഴ്സൺസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലീഗൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നിയമം അവർക്ക് ഒരു പേഴ്സന്റെ ഒരു ഇത് കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ദേ ആർ എൻ എൻറ്റിറ്റി ഹു ആർ കേപ്പബിൾ ഓഫ് ഹോൾഡിംഗ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? മനസ്സിലായോ?
വിനീത, അലി, അപർണ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയിട്ടില്ലെങ്കിൽ പ്ലീസ് കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണ്. സോ ഐ എം നോട്ട് ഡിഗിങ് ഡീപ്പ് ഇൻ ടു ദാറ്റ്. നാച്ചുറൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മനുഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് വിത്ത് ലീഗൽ കപ്പാസിറ്റി ഫ്രം ബർത്ത് ടു ഡെത്ത്. ഓക്കെ, ഒരു മനുഷ്യൻ അയാള് ജനനം തൊട്ടിട്ട് ഇപ്പോഴും വോയിസ് ഇഷ്യൂസ് ഉണ്ടോ എല്ലാവർക്കും? മാഡം വോയിസ് ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, 1 സെക്കൻഡ്. What about now? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പം വോയിസ് ക്ലിയർ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ജാസ്മിൻ, ആര്യ, അശ്വതി, അപർണ, ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഇവിടെ ഭയങ്കര മഴയാണ്, മേ ബി ബിക്കോസ് ഓഫ് ദാറ്റ്. ഓക്കെ, അപ്പം നാച്ചുറൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ലൈക്ക് ഐ സെഡ് ഏർലിയർ ഹ്യൂമൻ ബീങ്സിനെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ഹ്യൂമൻ ബീങ്ങിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ജനനം തൊട്ടിട്ട് മരണം വരെ അയാൾ നമ്മളൊരു ലീഗൽ കപ്പാസിറ്റിയിലുള്ള ഒരാളാണ്, അല്ലെ? അയാൾക്ക് റൈറ്റ്സ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഒരാൾ ജനിക്കുമ്പോൾ തൊട്ട് അയാൾക്ക് റൈറ്റ്സുകൾ ഉണ്ട്. ഇൻഫാക്ട് നമ്മൾ കുറച്ചും കൂടി ഒരു വൈഡറിൽ നോക്കുകയാണെങ്കിൽ ജനിക്കുന്ന തൊട്ടിട്ടല്ല, ജനിക്കുന്ന മുന്നേ തന്നെ റൈറ്റുകൾ ഉണ്ട്. നമ്മൾ ഗിഫ്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് ഒക്കെ പഠിക്കുമ്പോൾ ഗിഫ്റ്റ് ടു അൺബോൺ പേഴ്സൺ, അല്ലെ? അപ്പൊ മദറിന്റെ വൂമ്പിലുള്ളപ്പോ തന്നെ റൈറ്റുകൾ കിട്ടുന്നുണ്ട്. പിന്നെ ഒരാൾ മരണശേഷമാണെങ്കിലും അയാളുടെ റെപ്യൂട്ടേഷന് ആരെങ്കിലും, ഒരാൾ മരിച്ചു കഴിഞ്ഞു പക്ഷെ വീണ്ടും അയാളുടെ റെപ്യൂട്ടേഷനെ ഹനിക്കുന്ന രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലീഗൽ ഹയർസിന് കേസ് കൊടുക്കാനൊക്കെ പറ്റും, അല്ലെ? ലീഗൽ ഹയർസിന് ഡെഫമേഷൻ ഒക്കെ പോകാൻ പറ്റും. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മനുഷ്യനെയാണ് വി കോൾ ഇറ്റ് ആസ് ലീഗൽ പേഴ്സണാലിറ്റി ആൻഡ് ദേ ഹാവ് ഫുൾ റൈറ്റ്. ഒരു ബർത്ത് തൊട്ടിട്ട് ഡെത്ത് വരെ അവർക്ക് ലീഗൽ കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അവർക്ക് ഫുൾ റൈറ്റ്സ് ഉണ്ട്. പക്ഷെ റെസ്ട്രിക്ഷൻസ് എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ മൈനർ ആണ്, അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അയാൾക്ക് ചില പരിമിതികൾ ഉള്ളത്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് ബാക്കി എല്ലാവർക്കും ഒരു പ്രോപ്പർ ലീഗൽ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രം ബർത്ത് ടു ഡെത്ത് ദേ ഹാവ് ഓൾ ദ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പൊ നമുക്ക് നാച്ചുറൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ബേസിക്കലി ദേ ആർ ഹ്യൂമൻ ബീങ്സ്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഇപ്പൊ വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടോ? ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അഞ്ജിത ക്ലിയർ ആണോ? വോയിസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയോ. ഓക്കെ ആണോ? ഇപ്പോഴും പോകുന്നുണ്ടോ? ഓക്കെ, ഓക്കെ. ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. ഇനി വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണേ. സോ ദിസ് ഇസ് അബൌട്ട് നാച്ചുറൽ പേഴ്സണാലിറ്റി. ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ലീഗൽ പേഴ്സണാലിറ്റി നോക്കാണ്. ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ശരിക്കും അവര് ആളുകളല്ല, ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ്. നിയമത്തിന്റെ മുന്നിൽ അവര് നമ്മൾ ഒരു പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യാണ്. ശരിക്കും ആർട്ടിഫിഷ്യൽ പേഴ്സൺസ്. ഓക്കെ, നിയമത്തിന്റെ മുന്നിൽ അവർക്ക് റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയാണ്, ഒരു കോർപ്പറേഷൻ ആണ്. അപ്പം അവർക്ക് പല റൈറ്റ്സുകളുണ്ട്, അവർക്ക് പല ഡ്യൂട്ടീസ് ഉണ്ട്, അവർക്ക് പല ലയബിലിറ്റീസ് ഉണ്ട്. അപ്പം അവര് നമ്മൾ ശരിക്കും ഒരു പേഴ്സൺ ആയിട്ട് കണ്ടാൽ മാത്രമേ ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, പ്രോപ്പർലി എസ്റ്റാബ്ലിഷ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ്. നിയമമാണ് അവരെ പേഴ്സൺസ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം കോർപ്പറേഷൻ, ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ശരിക്കും ഇവർ പേഴ്സൺസ് ആണോ? അല്ല.
നിയമപരമായി they are having a legal personality. ഇപ്പോഴും ബ്രേക്ക് ആവുന്നുണ്ടോ? ഓക്കെ, 1 സെക്കൻഡ്. ഇത് വോയിസ് ബ്രേക്ക് ആവാണോ ചെയ്യുന്നത് അതോ എക്കോ അടിക്കുന്നതാണോ ചെയ്യുന്നത്? വെരി സോറി. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ഓക്കെ ആണോ? ടോട്ടലി ലാപ്ടോപ്പാണ്, ലാപ്ടോപ്പ് നാളെ വർക്ക് ആവാതിരുന്നു. ക്ലാസ് ചിലപ്പോൾ ക്ലിയർ ആവണില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് ക്ലിയർ ആവണുണ്ട്. അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ മഴയുണ്ട് പുറത്ത്, അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നെറ്റ്വർക്ക് കിട്ടുന്നില്ല തീരെ. 5G ഉള്ളത് 4G അപ്പൊ കാണിക്കുന്നത്. ഓക്കെ, സോ 1 സെക്കൻഡ്, ഒരു 2 minutes ഒന്നുകൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ. വാട്ട് അബൌട്ട് നൗ? ഇപ്പൊ ഓക്കെ ആണോ? ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പം ബ്രേക്ക് ആവുന്നുണ്ടോ? ഇപ്പോഴും ബ്രേക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാം പറഞ്ഞതുപോലെ മഴ ആയതുകൊണ്ടായിരിക്കണം വോയിസ് ക്ലാരിറ്റി കുറവും പിന്നെ ഇടയ്ക്കൊരു ബ്രേക്ക് ആവുന്നത് പോലെയാണുള്ളത്. മേ ബി ആ റെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ആയിരിക്കാം മാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഞാനൊന്ന് സാറിനൊന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് ഇന്നത്തെ ക്ലാസ് നാളത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പൊ കേൾക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ കേട്ടോ. ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് ഞാൻ സാറിനെ വിളിച്ചിട്ട് പറയാം. അപ്പം നമുക്കെന്നാ നാളെ വി ക്യാൻ കണ്ടിന്യൂ ടുമോറോ. ഓക്കെ, നാളെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കാരണം ഇപ്പം ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാവാതെ വെറുതെ നമ്മൾ 1 hour വേസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നാളെ നമുക്ക് സാറിൻ്റെ അടുത്ത് ലിങ്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നാളെ നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പൊ ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയോ?
ഇപ്പൊ നല്ല ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. ബെസ്റ്റ് വൺസ് അഗൈൻ. ഓക്കെ, എന്നാ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റക്ക് ആവാണെങ്കിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ലീഗൽ പേഴ്സണാലിറ്റി ഇതുവരെ ക്ലിയർ ആയല്ലോ. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരെങ്കിലും ഒന്ന് ബാക്കിൽ വോയിസ് ഒന്ന് ഓൺ ചെയ്ത് പറഞ്ഞേ. ജസീല, അപ്പൊ ക്ലിയർ ആണോ? വോയിസ് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, ഓക്കെ മാം, അപ്പൊ ലീഗൽ കണ്ടിന്യൂ ചെയ്തോളൂ. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ പറയാം. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ മാം, ഓക്കെ. ഓക്കെ, അപ്പൊ ലീഗൽ പേഴ്സണാലിറ്റി ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ലീഗൽ പേഴ്സണാലിറ്റി നാച്ചുറൽ പേഴ്സണാലിറ്റിയും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കാര്യമായിട്ടൊന്നുമില്ല. ഇനി നമ്മളൊരു ആനിമൽസിന്റെ ഒരു ലീഗൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ നിയമം എങ്ങനെയാണ് ആനിമൽസിനെ കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും ആനിമൽസിനെ ഒരു ലീഗൽ പേഴ്സൺ ആയിട്ട് ലോ എവിടെയും കാണുന്നില്ല. ഓക്കെ, ആനിമൽസ് ആർ നോട്ട് ലീഗൽ പേഴ്സൺസ് ഇൻ സ്ട്രിക്ട് സെൻസ്. പക്ഷേ നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഒക്കെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വെൽഫെയർ ആയിട്ട് നമ്മൾ ഗവൺമെന്റ് ഒക്കെ ഓരോ പോളിസീസ് ഒക്കെ കൊണ്ടുവരും അല്ലെ, മൃഗങ്ങളെ സംരക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ ഒരു വെൽഫെയർ കോൺസെപ്റ്റില് ആനിമൽസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ സിംബോളിക് ആയിട്ട് ഒരു സ്റ്റേറ്റസ് കൊടുക്കുന്നുണ്ട്. അതർവൈസ് ആസ് സച്ച് നമ്മൾ ആനിമൽസ് ലീഗൽ പേഴ്സൺസ് അല്ല. പക്ഷെ നമ്മൾ വെൽഫെയർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ, അപ്പൊ ഇവിടെ എപ്പോഴും ആനിമൽസിനെ നമ്മൾ വെൽഫെയർ എന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു പുതിയ നിയമം നമ്മൾ കൊണ്ടുവരികയാണ്, ആനിമൽസിന് ഈ സ്ട്രേ ഡോഗ്സിന്റെ ഒക്കെ ഇഷ്യൂസ് വരുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഫോർ എക്സാമ്പിൾ ഇപ്പൊ പുതിയൊരു പോളിസി കൊണ്ടുവരാണ്, ഒരു നിയമം കൊണ്ടുവരാണ്, അവരെ മനുഷ്യന്മാര് അല്ലെങ്കിൽ നമ്മളാരും അവരെ ഉപദ്രവിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട്, അങ്ങനെ വരുമ്പോൾ ഒരു വെൽഫെയർ എന്ന ഒരു കോണ്ടെക്സ്റ്റിൽ അവർക്ക് നമ്മളൊരു ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഡ്യൂട്ടി വരുന്നത് നമ്മളുടെ മേലെയാണ്, നമ്മൾ അവരെ ഹാം ഒന്നും ചെയ്യരുത് എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ നാഷണൽ പാർക്കിലോട്ടോ അല്ലെങ്കിൽ ഈ ഫോറസ്റ്റ് ഏരിയയിലോട്ടൊക്കെ കിടക്കുമ്പോൾ അതിൽ കറക്റ്റ് പറയുന്നുണ്ട് അല്ലെ, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇത്രയാണ് പണിഷ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മളെ ഡ്യൂട്ടിയാണ് ആനിമൽസിനൊന്നും ചെയ്യരുത്. അപ്പൊ അവരുടെ വെൽഫെയറിന്റെ സമയങ്ങൾ വരുമ്പോൾ അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു ജൂറിസ്റ്റിക് പേഴ്സണാലിറ്റി കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? ജെസിക്ക ക്ലിയർ ആണോ? ഇപ്പൊ വോയിസ് ഓക്കെ ആണോ? യെസ്, ഇപ്പൊ ക്ലിയർ ആണ് മാം. ഇപ്പൊ ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഒരു അൺബോൺ ആയിട്ടുള്ള പേഴ്സണിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഒരു കുട്ടി ജനിച്ചിട്ടില്ല, അൺബോൺ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പൊ അൺബോൺ ആയിട്ടുള്ള പേഴ്സണിന് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരാള് ജനിച്ചിട്ടില്ല അല്ലെ, അപ്പൊ അയാൾക്ക് എന്തായാലും റൈറ്റ്സ് ഉണ്ടാവില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ, ചില ലിമിറ്റഡ് ലീഗൽ പേർപ്പസസിന് വി ഗിവ് റൈറ്റ്സ് ടു അൺബോൺ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ പ്രോപ്പർട്ടി, ഇപ്പൊ ഇഫ് ദാറ്റ് ചൈൽഡ് ഇസ് ഇൻ ദ മദേഴ്സ് വൂം, ഓക്കെ, അമ്മയുടെ ഗർഭപാത്രത്തിലുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം പ്രോപ്പർട്ടി, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, അമ്മ ഗർഭിണിയാണ്, അപ്പോഴാണ് ഹസ്ബൻഡ് മരണപ്പെടുന്നത് സപ്പോസ്. അപ്പം ആ ഹസ്ബൻഡിന്റെ ഒരു ലീഗൽ ഹെയർ ആയിട്ട് നമ്മൾ ഈ മദറിന്റെ വൂമ്പിലുള്ള കുട്ടിക്കും, കാരണം അൺബോൺ പേഴ്സൺ ആണെങ്കിൽ കൂടിയിട്ടും അവിടെ ഒരു ഇൻട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഇൻഹെറിറ്റൻസിന്റെ ഉദാഹരണമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഇപ്പൊ പ്രോപ്പർട്ടി ആണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും, ഒരു അൺബോൺ ആയിട്ടുള്ള ഒരാൾക്ക് നമുക്ക് എഴുതി വെക്കാൻ പറ്റും ഇഫ് ചൈൽഡ് ഇസ് ഇൻ ദ മദേഴ്സ് വൂം. അതേപോലെ തന്നെ ഗിഫ്റ്റുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും, സബ്ജക്റ്റഡ് ടു ബീങ് അലൈവ്. അപ്പൊ ഇത് അയാളിലേക്ക് നമുക്കിങ്ങനെ കൊടുക്കാൻ പറ്റും. അത് കറക്റ്റ് അത് ട്രാൻസ്ഫർ ആവുന്നത് അയാൾ ജനിക്കുമ്പോൾ മാത്രമാണ്. ജനിക്കുമ്പോഴാണ് അത് പ്രോപ്പർലി എന്ത് ചെയ്യുന്നത്, അത് ട്രാൻസ്ഫർ ആയി പോകുന്നത്, ആ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ആയി പോകുന്നത്. ഓക്കെ, അപ്പം ഇതിൽ ഒരു മാക്സിം ആണ് പറയുന്നത്. ഈ മാക്സിമിന്റെ അർത്ഥം ഇതാണ്: an unborn child is considered as already born whenever it is for his benefit. അയാളുടെ ബെനിഫിറ്റ്, ആ കുട്ടിയുടെ ബെനിഫിറ്റിലോട്ട് വരുമ്പോൾ നമ്മൾ ആ അൺബോൺ പേഴ്സണെ വി ആർ കൺസിഡറിങ് ആസ് ഓൾറെഡി ബോൺ, ഓൾറെഡി ജനിച്ചതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ആണെങ്കിലും ഇൻഹെറിറ്റൻസ് ആണെങ്കിലും ഗിഫ്റ്റ് ആണെങ്കിലും ദാറ്റ് ഇസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ അൺബോൺ അല്ലെ. ഇത് നമ്മളെ അൺബോണിന്റെ ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ അല്ലെ, അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പം അവരെന്തായിട്ടാണ് നമ്മൾ കാണുന്നത്, ബീങ് ബോൺ അലൈവ് ആയിട്ടാണ് കാണുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ഇപ്പൊ കട്ടാവുന്നില്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ,
ഐ ഹോപ്പ് എനിക്ക് നിങ്ങൾ ചാറ്റ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഓക്കെയാണ് മാഡം. ഓക്കെ, ഫൈൻ ഫൈൻ ഫൈൻ. ഇനി ഒരു ഡെഡ് ആയിട്ടുള്ള അയാള് മരിച്ചു കഴിഞ്ഞു. അപ്പൊ അയാളുടെ ലീഗൽ പേഴ്സണാലിറ്റി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ സപ്പോസ് ഒരാൾ മരിച്ചു കഴിഞ്ഞു. അപ്പൊ മരിച്ചതിന് ശേഷം അയാൾക്കെതിരെ എന്തെങ്കിലും അലിഗേഷൻസ് വരികയാണ്, അല്ലെങ്കിൽ അയാളുടെ പേര് ഇതാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് വരാം, അവിടെ നമുക്ക് മരിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയിട്ടും നിയമം അയാൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങള് ഈ കോവിഡിന്റെ സമയത്ത് ഡൽഹിയിലൊക്കെ കുറേ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഡെഡ് ബോഡീസ് ഒക്കെ ഇങ്ങനെ, കാരണം അന്ന് നമ്മൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, അത്രയും ആളുകൾക്ക് ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്തൊക്കെ അന്ന് ഹൈക്കോടതി പറഞ്ഞ ഒരു ഒബ്സർവേഷൻ ഉണ്ട്. അതായത് ഡെഡ് ബോഡീസിനാണെങ്കിൽ കൂടിയിട്ട് നമുക്ക് എന്ത് കൊടുക്കണം, അവരെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ റൈറ്റ് ആണ് ഓഫ് എ ഡീസെന്റ് ബെറിയൽ എന്നുള്ളത്. ഒരു മരിച്ച ഒരാളുടെ റൈറ്റ് ആണ് അയാൾക്ക് ഒരു ഡീസെന്റ് ബെറിയൽ കിട്ടുക എന്നുള്ളത് അയാളുടെ ഒരു റൈറ്റ് ആണ് എന്ന് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അത് തന്നെയാണ് പറയുന്നത്, ഒരാൾ മരിച്ചത് കൊണ്ട് ആസ് സച്ച് അയാൾക്ക് ഒറ്റയ്ക്കാനുള്ള റൈറ്റ്സുകളൊന്നും ഇല്ലാതാവുന്നില്ല. ഓക്കെ, അയാളുടെ ഡെഡ് ബോഡിയെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഡെഡ് ബോഡിക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ഉണ്ട്. വൺ സെക്കൻഡ്. ഓക്കെ, അയാളുടെ ഡെഡ് ബോഡിക്ക് കിട്ടുന്ന ഒരു റൈറ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെങ്കിലും അയാളുടെ ഡിഗ്നിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഡെഫമേഷൻ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഓൾസോ അതിനുള്ള പ്രൊട്ടക്ഷനും അയാൾ മരിച്ചിട്ടുണ്ടെങ്കിലും അയാൾ ലീഗൽ ഹയർസിന് പോവാം. ഓക്കെ, പിന്നെ റെപ്യൂട്ടേഷൻ, അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു അലിഗേഷൻസോ അല്ലെങ്കിൽ ഒരു ഫോൾസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും ലീഗൽ ഹയർസിന് എന്ത് ചെയ്യാം, ലീഗൽ ഹയർസിന് പോയിട്ട് കേസ് കൊടുക്കാം, ഇങ്ങനെ മരിച്ചിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ ഡെഫമേഷൻ ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാണ് എന്നൊക്കെ ഉള്ളത്. കാരണം അയാൾ മരിച്ചു, അപ്പൊ അയാൾക്ക് വേണ്ടിയിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും, അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് പറ്റും. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ റിലേറ്റ് ചെയ്ത് പഠിക്കണം. അതായത് ഒരു അൺബോർൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്ന് വിചാരിച്ചിട്ട് അയാൾക്കും നിയമം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിയമത്തിന്റെ മുന്നിൽ ഒരു പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഒരാൾ ഡെഡ് ആയി കഴിഞ്ഞാലും പേഴ്സൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അത് എല്ലാ സർക്കിംസ്റ്റാൻസസിലും കൺസിഡർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ലിമിറ്റഡ് സർക്കിംസ്റ്റാൻസസിലാണ്. ഇപ്പൊ ഡെഡ് ആയി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം CPCയിലൊക്കെ സൂട്ട് അബൈറ്റ് ചെയ്ത് പോകും, പിന്നെ ലീഗൽ ഹയർസ് വരണം, അല്ലെ? ഇവിടെ അയാളുടെ ഡെഡ് ബോഡി പ്രൊട്ടക്ഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഗ്രേവ്സ് പ്രോപ്പർലി പ്രൊട്ടക്റ്റഡ് ആവുന്നില്ല, അല്ലെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷൻ എന്തെങ്കിലും ബാധിക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ അയാളുടെ ലീഗൽ റെപ്രസെന്റേറ്റീവ്സിന് അത് ഇതാക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് ലീഗലി മൂവ് ചെയ്തിട്ട് അയാളുടെ ആ ഒരു ഡെഡ് പേഴ്സണിന് കിട്ടേണ്ട റൈറ്റുകൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ, ഐ ഹോപ്പ് മൈ വോയിസ് ഇസ് ക്ലിയർ. വോയിസ് ക്ലിയർ ആണെങ്കിൽ എല്ലാവരും യെസ് ക്ലിയർ എന്നൊരു മെസ്സേജ് ഇട്ടേ, അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോഴും നമ്മളിടയിലൊന്ന് കണ്ടിന്യൂറ്റി അടുക്ക് ബ്രേക്ക് ആയതുകൊണ്ട് അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണല്ലോ? ഓക്കെ 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 ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ആണ്. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനി പറ്റിയിട്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പല കേസുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു കമ്പനിക്കെതിരെയാണ് നമ്മൾ കേസ് കൊടുക്കുന്നത്, ആ കമ്പനീന്റെ ഓണർക്കെതിരെയല്ല, ആ കമ്പനിക്ക് ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അല്ലെ? അപ്പോൾ ഒരു കോർപ്പറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. അവർക്ക് ഒരു സെപ്പറേറ്റ് ഐഡന്റിറ്റി ഉണ്ട്, അവർക്ക് ഒരു പെർപച്വൽ സക്സഷൻ ഉണ്ട്, പിന്നെ അവരുടെ ലയബിലിറ്റി വളരെ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, സോളമൻ വേഴ്സസ് സോളമനിലാണ് പറഞ്ഞിട്ടുള്ളത് കോർപ്പറേഷൻ ഹാസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, അല്ലെങ്കിൽ അതിന്റെ ലയബിലിറ്റി ഒക്കെ ജസ്റ്റ് ആ കമ്പനിയിലേക്ക് ലിമിറ്റഡ് ആണ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കേസാണ് സോളമൻ വേഴ്സസ് സോളമൻ എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കറിയാം അല്ലെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, നത്തിങ് ന്യൂ. ഇപ്പൊ കോർപ്പറേഷൻ ഇസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ്, ദേ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ ഐഡന്റിറ്റി, ദേ ക്യാൻ ഡു ദ പെർപച്വൽ സക്സഷൻ, അല്ലെ? അവർക്ക് അവരുടെ പ്രോപ്പർട്ടി ഒക്കെ സക്സഷൻ, കമ്പനിക്ക് പെർപച്വൽ സക്സഷൻ ചെയ്യാം. അതേപോലെ തന്നെ കമ്പനിയെ നമുക്ക് ക്യാൻ സൂ ആൻഡ് ബി സൂട്ട്, കമ്പനിക്ക് കേസ് കൊടുക്കാൻ പറ്റും, കമ്പനിക്ക് എതിരെ കേസ് കൊടുക്കാനും പറ്റും, അല്ലെ? അതിനെ ഒരു പേഴ്സൺ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? അപ്പൊ ഐ തിങ്ക് ഇതുവരെയുള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി പോവാം. അപ്പം നമ്മൾ പേഴ്സൺ എന്ന് പറയുമ്പോൾ
രണ്ട് രീതിയിൽ നിയമത്തിന്റെ മുന്നിൽ പേഴ്സൺസ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ പേഴ്സൺസും ഉണ്ട്, പിന്നെ ലീഗൽ പേഴ്സൺസും ഉണ്ട്. നാച്ചുറൽ പേഴ്സൺസ് പറയുമ്പോൾ സിമ്പിൾ ആണ്, നമ്മളൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, ഹ്യൂമൻ ബീങ്സ്. ഓക്കെ, അവർക്ക് ജനനം തൊട്ട് മരണം വരെ അവർക്ക് റൈറ്റ്സ് ഉണ്ട്. എന്തെങ്കിലും ഇപ്പൊ മൈനർ ആണ് അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡ് ആണ്, ആ സമയങ്ങളിലൊക്കെ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും എന്നല്ലാതെ അല്ലാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് വി ഹാവ് ദ ഫുൾ ലീഗൽ റൈറ്റ്സ്. നെക്സ്റ്റ് പേഴ്സണാലിറ്റി ഇസ് ദ ലീഗൽ പേഴ്സണാലിറ്റി. ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ആണ് റെക്കഗ്നൈസ്ഡ് ബൈ ലോ. ശരിക്കും അവർ പേഴ്സൺസ് അല്ല, പക്ഷേ ദേ ആർ ആർട്ടിഫിഷ്യൽ പേഴ്സൺ. ഫോർ എക്സാമ്പിൾ കോർപ്പറേഷൻസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഐഡൽസ്, ട്രസ്റ്റ് ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അവർക്ക് പ്രോപ്പർട്ടി ഓൺ ചെയ്യാം, അവർക്ക് സൂ ചെയ്യാം, ആൻഡ് അവരുടെ പേരിൽ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും, ബി സൂട്ട്. ഓക്കെ, പിന്നെ ആനിമൽസിന്റെ ലീഗൽ സ്റ്റേറ്റസ് ഞാൻ പറഞ്ഞു. ഒരു വെൽഫെയർ എന്നുള്ള ആംഗിളിലോട്ട് വരുമ്പോഴാണ് ഹ്യൂമൻ ബീങ്സിന് അവരോട് ഡ്യൂട്ടീസ് ഉണ്ട്. അപ്പൊ അങ്ങനെ സാഹചര്യങ്ങളിലൊക്കെയാണ് നമ്മൾ ആനിമൽസിന് എന്തായി കാണുന്നത്, ഒരു പേഴ്സൺ സ്റ്റേറ്റസ് കൊടുക്കുന്നത് ഫോർ ദിയർ വെൽഫെയർ. അപ്പൊ നമ്മൾ സ്ട്രിക്ട് സെൻസിൽ എടുക്കുകയാണെങ്കിൽ ആനിമൽസ് ലീഗൽ പേഴ്സൺസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ലീഗൽ പേഴ്സൺസ് ഇൻ എ സ്ട്രിക്ട് സെൻസ്. അല്ലെ? പക്ഷെ എപ്പോഴാണ് നമ്മൾ ചില സാഹചര്യങ്ങളിലാണ് വി ആർ കൺസിഡറിങ് ദം ആസ് ലീഗൽ പേഴ്സൺസ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആയിട്ട്. ജൂറിസ്റ്റിക് പേഴ്സൺ, ലീഗൽ പേഴ്സൺ ഒക്കെ ഒരു അർത്ഥം തന്നെയാണ്. ഓക്കെ, അവരുടെ വെൽഫെയറിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോഴാണ് ദാറ്റ് കംസ്. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അൺബോൺ പേഴ്സണും ഡെഡ് പേഴ്സണും ഞാൻ പറഞ്ഞു. എല്ലാ സാഹചര്യങ്ങളിലും അൺബോൺ പേഴ്സണും ഡെഡ് പേഴ്സണും റൈറ്റുകളില്ല, ചില പ്രത്യേക സാഹചര്യങ്ങളിലാണ്. ഓക്കെ, അല്ലെങ്കിൽ ലിമിറ്റഡ് പേർപ്പസിനാണ്. ഇപ്പോ ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു പേഴ്സൺ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോപ്പർട്ടി, അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ്, ഗിഫ്റ്റ് ഒക്കെ നമുക്ക് ആ കുട്ടി ജനിക്കുമ്പോഴാണ് ആ ഇൻട്രസ്റ്റ്. ഇപ്പൊ അച്ഛനെ എഴുതി വെക്കാം, അല്ലെങ്കിൽ അച്ഛന്റെ പ്രോപ്പർട്ടി പോവും. ആ കുട്ടി ജനിക്കുന്നത് സപ്പോസ് നമുക്കറിയില്ല, ആ കുട്ടി ചിലപ്പോൾ ജനിക്കണം എന്നില്ല, അല്ലെ? അപ്പൊ ആ കുട്ടി ജനിക്കുന്നതോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അത് ഇൻട്രസ്റ്റ് അവിടെ ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഈ നാസീറ്ററസ്, പ്രോജാം, നാറ്റോ, ഹെബിറ്റർ എന്നുള്ള മാക്സിമം ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. കാണാപ്പാടൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അതിൽ പറയുന്നത് an unborn child is considered as already born whenever it is what is benefit. ഓക്കെ, ഇനി ഒരു ഡെഡ് പേഴ്സന്റെ സ്റ്റേറ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി എൻഡ് ദ ഡെത്ത്. ഡെത്തിൽ ഒരാളുടെ പേഴ്സണാലിറ്റി ശരിക്കും എൻഡ് ചെയ്യും, പക്ഷെ അയാളുടെ ഡിഗ്നിറ്റി കണ്ടിന്യൂ ചെയ്യും, അല്ലെ? ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാലും ഒരു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഡെത്ത് അയാളുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അണ്ടർ ആർട്ടിക്കിൾ 21. അപ്പം നിയമം അയാളുടെ ഡെഡ് ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ്. ഓക്കെ, ആൻഡ് ഓൾസോ അവരുടെ ഗ്രേവുകൾ പ്രൊട്ടക്ട് ചെയ്യണം, പിന്നെ റെപ്യൂട്ടേഷൻ ഓൾസോ ടു ബി പ്രൊട്ടക്റ്റഡ്. ഇതിൽ ഏതെങ്കിലും പ്രൊട്ടക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ അയാളുടെ എസ്റ്റേറ്റ് അല്ലെങ്കിൽ അയാൾ ആർക്ക് റെപ്രസെന്റ് ചെയ്ത് പോകാൻ പറ്റും, ലീഗൽ റെപ്രസെന്റേറ്റീവിനെ റെപ്രസെന്റ് ചെയ്ത് പോകാൻ പറ്റും. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ഓക്കെ, പിന്നെ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി നമ്മൾ പഠിച്ചു. കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി മീൻസ് ഒരു കോർപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കമ്പനിയാണ് ഉദ്ദേശിക്കുന്നത്. ദേ ഹാവ് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി, അവരുടെ പെർപച്വൽ സക്സഷൻ ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി. അതിൽ സോളമൻ വേഴ്സസ് സോളമൻ എന്ന് പറയുന്ന കേസ് അതിന്റെ ഒരു അതിലൂടെ പറഞ്ഞിട്ടുണ്ട് ദാറ്റ് കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി ഒരു സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ആണ് എന്നുള്ളത്. ഇസ് ദാറ്റ് ക്ലിയർ എവരിവൺ? ക്ലിയർ ആണോ? I hope everything is fine now. Perfect. All right. Next നമ്മൾ നോക്കുന്നത് ഒരു കോർപ്പറേറ്റ് ക്രിമിനൽ ലയബിലിറ്റി ആണ്. കമ്പനിക്കെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനിക്കെതിരെ നമുക്ക് ക്രിമിനൽ കേസ് കൊടുക്കാൻ പറ്റും. അതാണ് ഈ കോർപ്പറേറ്റ് ക്രിമിനൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. കമ്പനി ക്യാൻ ബി ക്രിമിനലി പ്രോസിക്യൂട്ടഡ്. കമ്പനി ക്യാൻ ബി ക്രിമിനലി പ്രോസിക്യൂട്ടഡ് എന്നാണ് പറയുന്നത്. കമ്പനിയെ നമുക്ക് ക്രിമിനലി പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, എങ്ങനെ? മെൻസ്രിയ ഓഫ് ഡിറക്ടേഴ്സിന് നമുക്ക് മെൻസ്രിയ വെച്ചിട്ടാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. കാരണം കമ്പനി ഈസ് എ ലീഗൽ പേഴ്സൺ ആണ്. കമ്പനി എന്ന് പറയുന്നത് ശരിക്കും ഒരു ജൂറിസ്റ്റിക് പേഴ്സൺ ആണല്ലോ, അല്ലെങ്കിൽ ലീഗൽ പേഴ്സൺ ആണ്. വി നോ ദാറ്റ് ഒരു ക്രിമിനൽ ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു ക്രിമിനൽ പ്രോസിക്യൂഷൻ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരാൾക്കെതിരെ നമ്മളൊരു ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമ്പോൾ, യു മൈറ്റ് ഹാവ് സ്റ്റഡീഡ് ഇറ്റ്, നമ്മൾ ക്രിമിനൽ ലോയില് actus reus and mens rea you have to prove. അപ്പൊ ഒരു കമ്പനിക്ക് എങ്ങനെ നമ്മൾ mens rea പ്രൂവ് ചെയ്യാം? You can prove the mens rea of directors. Okay, alter ego theory എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ കമ്പനിക്ക് നമുക്ക് mens rea directors വഴി പ്രൂവ് ചെയ്യാം. ഓക്കെ, ഫൈൻ. അപ്പൊ കമ്പനി ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാ നമുക്ക് കമ്പനിയെ പണിഷ് ചെയ്യാൻ പറ്റുക? അത് യൂഷ്വലി ഇൻ ദ ഫോം ഓഫ് ഫൈൻ ആയിട്ടാണ് നമ്മൾ കൊടുക്കുക.
Okay, a company can be criminally prosecuted. Mens rea of directors attributed to company, alter ego theory എന്നാണ് പറയാ. So punishment is usually in the form of fine. Is that clear? മനസ്സിലായോ? Corporate criminal liability. Okay, please give me a thumbs up if it's clear. All right. നെക്സ്റ്റ് നമ്മൾ പ്രോപ്പർട്ടിയിലോട്ടാണ് പോകുന്നത്. ഇത്രയേ ഉള്ളൂ. പേഴ്സണാലിറ്റി ഇപ്പൊ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി വരെയാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കിയത് ക്രിമിനൽ ലയബിലിറ്റി ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ഒരു കമ്പനിയെ നമ്മൾ ക്രിമിനലി ലയബിൾ ആക്കുന്നത്. മെൻസ് റേ ഓഫ് ഡിറക്ടേഴ്സ്, പണിഷ്മെന്റ്, ഫൈനലാണ് പോകുന്നത്. ഓക്കെ, കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പ്രോപ്പർട്ടിയാണ്. ഇത് ജൂറിസ്പ്രുഡൻസിലൊക്കെ വരുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവമാണ്. ഓക്കെ, ഈ പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി ബണ്ടിൽ ഓഫ് ലീഗൽ റൈറ്റ്സ് ഓവർ റിസോഴ്സസ്. ഇപ്പൊ എന്റെ വീട് എന്റെ പ്രോപ്പർട്ടിയാണ്. അപ്പൊ ആ വീട് എന്നുള്ളത് ഒരു പ്രോപ്പർട്ടിയാണ്. എന്തുകൊണ്ടാണ്? എനിക്ക് ആ വീടിന്റെ പുറത്ത് ഐ ഹാവ് ബണ്ടിൽ ഓഫ് ലീഗൽ റൈറ്റ്സ്. വീട് എന്റെ ഒരു റിസോഴ്സ് ആണ്, ഓവർ റിസോഴ്സസ്. അപ്പൊ റിസോഴ്സസിന്റെ പുറത്ത് നമുക്ക് ബണ്ടിൽ ഓഫ് ലീഗൽ റൈറ്റ്സ് ഉണ്ട്. അതിനെയാണ് വി കോൾ ഇറ്റ് ആസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി ടാഞ്ചിബിൾ പ്രോപ്പർട്ടി, ഇറ്റ് ക്യാൻ ബി ഇൻടാഞ്ചിബിൾ അസറ്റ്സ്. ടാഞ്ചിബിൾ എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്കലി കാണാൻ പറ്റും. ഇൻടാഞ്ചിബിൾ എന്ന് പറയുമ്പോൾ പറ്റില്ല. ഇപ്പൊ ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ കോപ്പിറൈറ്റ്, ട്രേഡ് മാർക്ക്, ഇതൊക്കെയാണ് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഗവേൺ ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട്, അതേപോലെ മറ്റു നിയമങ്ങളൊക്കെ ആണല്ലോ നമുക്കറിയാം പ്രോപ്പർട്ടിയെ എന്താ പറയാ ഇതാക്കുന്നത്. ഇപ്പൊ നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ബൈ ആക്ട് ഓഫ് പാർട്ടീസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴൊക്കെ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിലാണ് വരിക. ഇൻ കേസ് ഒരാളെ മരണശേഷം അയാളുടെ പ്രോപ്പർട്ടി അയാളുടെ ലീഗൽ ഹയേഴ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി പോകുന്നതൊക്കെ ഇന്ത്യൻ സക്സഷൻ ആക്ട് വഴിയും, അതുപോലെ മറ്റ് ഓരോ പേഴ്സണലിലോ ഓരോ റിലീജിയനോ ഓരോ പോലെയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ അതുവഴി പോകും, അല്ലെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട്. ഇനി പാർട്ടീസ് ജീവിച്ചിരിക്കുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ that comes under Transfer of Property Act. Okay, so this is about property. ഇനി നമുക്ക് types of property നോക്കാം. ഇപ്പൊ മൂവബിൾ പ്രോപ്പർട്ടി ഉണ്ട്. യു നോ ദാറ്റ് വാട്ട് ഇസ് എ മൂവബിൾ പ്രോപ്പർട്ടി? ഒരു പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. ഇനി വാട്ട് ഈസ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി? ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിലോട്ട് ഫിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ദാറ്റ് കെൻ നോട്ട് ബി മൂവ്ഡ്. അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഫിക്സ് ടു എർത്ത് ബട്ട് ദാറ്റ് കെൻ നോട്ട് ബി മൂവ്ഡ്. നിങ്ങൾ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടില് സെക്ഷൻ 3 ഇന്റർപ്രിട്ടേഷൻ ക്ലോസിൽ പറയുന്നുണ്ട് വാട്ട് ഇസ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നുള്ളത്. അതിൽ പറയുന്നുണ്ട് സംതിങ് ദാറ്റ് ഇസ് പെർമനന്റ്ലി അറ്റാച്ച്ഡ് ടു എർത്ത് ആണ്. പക്ഷെ അതിൽ 3 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എനിബഡി നോസ് ദാറ്റ് എക്സെപ്ഷൻസ്? ആർക്കെങ്കിലും അറിയോ? എനിവൺ? അഞ്ചിതൊക്കെ അറിയോ? ഗ്രാസ്. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ അത് നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. യു കൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. ലീഗൽ അസിസ്റ്റന്റിന് ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ഡിഫൈൻ ചെയ്യുന്നത് ഏത് സെക്ഷനിൽ നിന്നാണ്? സാധാരണ നമ്മൾ ഒരു സ്റ്റാറ്റ്യൂട്ട് കിട്ടുമ്പോൾ സെക്ഷൻ 2 ഡെഫിനിഷൻ എന്നുള്ള ക്ലോസിൽ 2 കുത്തും അല്ലെ, 2 ആണെന്ന് വിചാരിച്ചു പോകും. പക്ഷെ അവിടെയാണ് ട്രിക്കി. ഇറ്റ്സ് നോട്ട് സെക്ഷൻ 2, ഇറ്റ്സ് സെക്ഷൻ 5. സെക്ഷൻ 5 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്നത് വാട്ട് ഈസ് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി എന്നുള്ളത്. ഓക്കെ, അത് പാർട്ട് 2 തുടങ്ങുന്നത് സെക്ഷൻ 5 വെച്ചിട്ടാണ്. ആ 5 പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഞാൻ വായിക്കാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഗോ ആൻഡ് ചെക്ക്. ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടില് സെക്ഷൻ 3 ഒന്ന് നോക്കുക. ഓക്കെ, അപ്പൊ ഇമ്മൂവബിൾ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇമ്മൂവബിൾ എന്ന് പറയുകയാണെങ്കിൽ വാക്കുകളിൽ തന്നെ നിങ്ങൾക്കറിയാം സംതിങ് വിച്ച് ഇസ് ഫിക്സ് ടു എർത്ത് ദാറ്റ് കനോട്ട് ബി മൂവ്ഡ്. നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, ഫിക്സ് ടു എർത്ത് ആണ്. പക്ഷേ സെക്ഷൻ 3 ഓഫ് TP ആക്ടിൽ 3 എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. ഇപ്പം സ്റ്റാൻഡിങ് ടിമ്പർ, അതേപോലെ ഗ്രോയിങ് ക്രോപ്സ് ആൻഡ് ഓൾസോ ഗ്രാസ്. ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾക്ക് ഒരു പ്രോപ്പർട്ടി, ഒരു സ്ഥലമുണ്ട്, ഒരു ഏരിയ ഉണ്ട് ഓഫ് ലാൻഡ്. ഓക്കെ, ഒരു തൊടി പോലെ നമ്മുടെ വീടിന് ചുറ്റും കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കുറെ മരങ്ങളുണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട്. അതേപോലെ വേറെ കുറച്ച് മരങ്ങൾ നമ്മൾ തേക്ക് മരങ്ങൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ തേക്ക് മരത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നാളെ അത് വലുതായി കഴിഞ്ഞാൽ അത് മുറിച്ച് വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ആ ടിമ്പർ അല്ലെങ്കിൽ ആ മരത്തടി തടിക്ക് ആവശ്യമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, തേക്ക് മരം അവിടെ വെച്ചിട്ടുള്ളത്.
പിന്നെ അതേപോലെ കുറെ ക്രോപ്സുകൾ ഉണ്ട് അവിടെ, പിന്നെ ഗ്രാസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു ഭൂമിയാണല്ലോ, അല്ലെങ്കിൽ ഒരു ലാൻഡ് ആണത് അല്ലെ, ഒരു ലാൻഡ് ഏരിയ ആണ്. അപ്പൊ നമ്മൾ ആ ഒരു ലാൻഡ് ഏരിയ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഇമ്മൂവബിൾ ആണെങ്കിലും, അത് ഇമ്മൂവബിൾ ആണല്ലോ, കാരണം അത് ഫിക്സ്ഡ് ആണ് എർത്തില് അല്ലെ. അപ്പം അതില് വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഇമ്മൂവബിളിന്റെ ഡെഫിനിഷനിലാണ് വരിക. പക്ഷേ നമ്മൾ അവിടെ മുറിച്ച് നാളെ മാറ്റാൻ വേണ്ടി വെച്ചിട്ടുള്ള കുറച്ച് തടി കഷ്ണങ്ങൾ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തേക്ക് മരം പിടിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ തേക്ക് മരവും അതേപോലെ അവിടെ നമ്മൾ വിളവെടുപ്പിന് വേണ്ടിയിട്ട് വെച്ച ക്രോപ്സുകളും ഗ്രാസുകളും ഒന്നും ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷനിൽ വരില്ല. ഇവന്തോ അത് ഇത്ര മനസ്സിലാക്കിയാൽ മതി, അത് നിങ്ങൾ കുഴിച്ചിട്ടുള്ള ഭൂമിയിൽ കുഴിച്ചിട്ടുള്ളതാണെങ്കിൽ കൂടിയിട്ടും അതിന്റെ ഒരു മോട്ടീവ് എന്താണ്, എന്തുദ്ദേശത്തിലാണ് അത് കുഴിച്ചിട്ടുള്ളത്, ഇതൊക്കെ പറിച്ചു മാറ്റാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ അത് എന്തിന്റെ ഡെഫിനിഷനിൽ വരില്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷനിൽ വരില്ല. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? അപ്പൊ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഈ 3 ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടണം. ദാറ്റ് ഇസ് സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രോയിങ് ക്രോപ്പ്, ഗ്രാസ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെക്ഷൻ 3 ഓഫ് TP ആക്ടില് കുറച്ച് താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിന്റെ ഡെഫിനിഷൻ കാണാൻ പറ്റും, ഇന്റർപ്രിട്ടേഷൻ. ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ്. ഇത്രയേ ഉള്ളൂ. സ്റ്റാൻഡിങ് ടിമ്പർ, ഗ്രോയിങ് ക്രോപ്സ്, ഗ്രാസ് അതിൽ പെടില്ല എന്നാണ് അതിൽ എടുത്ത് പറയുന്നത്. എന്തൊക്കെ പെടും എന്നൊന്നും അതിൽ പറയുന്നില്ല, എന്ത് പെടില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. യു കൻ എക്സ്പെക്ട് എ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ഓൾസോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ആണ്. ടാഞ്ചിബിൾ എന്ന് പറയുന്നത് ലൈക്ക് ഐ സെഡ്, ഫിസിക്കൽ ഒബ്ജക്ട്സ് ദാറ്റ് ക്യാൻ ബി ടച്ച്ഡ്, തൊടാൻ പറ്റുന്നത്. ഇപ്പൊ നമ്മുടെ ഫർണിച്ചർ, ഗോൾഡ്, ഇതൊക്കെ തൊടാൻ പറ്റുന്നതാണ്. ഇൻടാഞ്ചിബിൾ എന്ന് പറയുന്നത് റൈറ്റ്സ് വിതൗട്ട് ഫിസിക്കൽ ഫോം, കോപ്പിറൈറ്റ്, ഗുഡ് വിൽ ഒക്കെ. ഓക്കെ, ഇനി കോർപ്പോറിയൽ ആൻഡ് ഇൻകോർപ്പോറിയൽ എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി വിത്ത് ഫിസിക്കൽ എക്സിസ്റ്റൻസ്, ഫിസിക്കലി എക്സിസ്റ്റൻസിലുള്ള പ്രോപ്പർട്ടിയാണ് നമ്മൾ കോർപ്പോറിയൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ വീട്, വണ്ടി ഒക്കെ കോർപ്പോറിയൽ ആണ്. ഇൻകോർപ്പോറിയൽ എന്ന് പറയുമ്പോൾ റൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടീനെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാം, നോട്ട് ഫിസിക്കൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നിങ്ങൾ മോർഗേജ് വെക്കുന്ന സമയത്ത് മോർഗേജർക്കും മോർഗേജിക്കും ആ പ്രോപ്പർട്ടീന്റെ മേലൊരു റൈറ്റ്സ് ഉണ്ട് അല്ലെ. അത് ഫിസിക്കൽ റൈറ്റ്സ് അല്ല, അതിന് സബ്സിഡറി ആയിട്ട് വരുന്ന റൈറ്റുകളാണ്. ഈസ്മെന്റ് നിങ്ങൾക്ക് അറിയോ എന്ന് എനിക്കറിയില്ല. ഒരു ഈസ്മെന്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് റൈറ്റ് ഓഫ് വേ ഒക്കെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പം ആ പ്രോപ്പർട്ടീന്റെ പുറത്തേക്ക് വരുന്ന, ആ പ്രോപ്പർട്ടിയെ ചുറ്റിപ്പറ്റി വരുന്ന റൈറ്റുകളെയാണ് നമ്മൾ ഇൻകോർപ്പോറിയൽ റൈറ്റ് അല്ലെങ്കിൽ റൈറ്റ്സ് ഓവർ പ്രോപ്പർട്ടിയെ നമ്മൾ പറയുന്നത്. പ്രോപ്പർട്ടി ആസ് സച്ച് അല്ല, പ്രോപ്പർട്ടിയെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഇപ്പൊ ഈസ്മെന്റ്, മോർഗേജ്. ഈസ്മെന്റ് റൈറ്റ് എങ്ങനെയാ വരുന്നത്, ഒരു പ്രോപ്പർട്ടീനെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഒരു ഈസ്മെന്റ് റൈറ്റ് വരുന്നത്. മോർഗേജ് ഒരു പ്രോപ്പർട്ടീനെ നമ്മൾ മോർഗേജ് ചെയ്തിട്ട് അതിന്റെ പുറത്ത് നമുക്ക് വരുന്ന റൈറ്റ് ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് അബൌട്ട് കോർപ്പോറിയൽ ആൻഡ് ഇൻകോർപ്പോറിയൽ പ്രോപ്പർട്ടി. ഓക്കെ, പിന്നെ പബ്ലിക്, പ്രൈവറ്റ് ആൻഡ് ജോയിന്റ് റൈറ്റ്സ് ആണ്. പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വൽസ് പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഉള്ള റൈറ്റ്. പബ്ലിക് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് ആയിരിക്കും. ഇപ്പൊ എന്റെ വീട് എന്റെ പ്രൈവറ്റ് റൈറ്റ് ആണ്, മൈ ഹൗസ്, ബിക്കോസ് എന്റെ പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്റെ സ്വന്തം വണ്ടി. നേരെ മറിച്ച് നമ്മളുടെ ഒരു ബസ് സ്റ്റാൻഡ്, ഒരു റെയിൽവേ സ്റ്റേഷൻ, ഇതൊക്കെ ഒരു പബ്ലിക് റൈറ്റ് ഉള്ള സ്ഥലമാണ്, ബിക്കോസ് ദാറ്റ് ഈസ് ഓൺ ബൈ ദ ഗവൺമെന്റ്. പിന്നെ ജോയിന്റ് ഉണ്ട്. ജോയിന്റ് എന്ന് പറയുമ്പോൾ ചിലപ്പം രണ്ടിൽ കൂടുതൽ ആളുകൾ ജോയിന്റ്ലി എടുക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. ഫോർ എക്സാമ്പിൾ, ഒരു കമ്പനി കുറെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ കുറെ ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ്. ഓക്കെ, ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് പേഴ്സൺസ്, ഇതൊക്കെ നമുക്ക്, ഇതാണ് 3 ഡിവിഷൻ ഓഫ് റൈറ്റ്സ്: പബ്ലിക് റൈറ്റ്സ്, പ്രൈവറ്റ് റൈറ്റ്സ് ആൻഡ് ജോയിന്റ് റൈറ്റ്സ്. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏതൊക്കെ വഴിയിലൂടെ ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തെടുക്കാൻ പറ്റും, ഏതൊക്കെ വഴിയിലൂടെ നമുക്കൊരു പ്രോപ്പർട്ടി അക്വയർ ചെയ്തെടുക്കാൻ പറ്റും. പ്രോപ്പർട്ടി നമുക്ക് സ്വന്തമാക്കാൻ പറ്റും, അല്ലെങ്കിൽ അത് എടുക്കാൻ പറ്റും. അതിലൊന്നാണ് പൊസഷൻ. നമ്മൾ കുറെ കാലം ഒരു പ്രോപ്പർട്ടി അഡ്വേഴ്സ് പൊസഷൻ എന്ന് നമ്മൾ പറയും. പ്രോപ്പർട്ടി കുറെ കാലം നമ്മൾ പൊസഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പുറത്ത് ഒരു ഫിസിക്കൽ കൺട്രോൾ കിട്ടും. സെക്ഷൻ 27 ഓഫ് ലിമിറ്റേഷൻ ആക്ടിലാണ് ഇത് നോക്കണം, ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളൂ. അഡ്വേഴ്സ് പൊസഷൻ ഒരു ഉദാഹരണമാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഉദാഹരണം പറയാം. ഇത് ഒരു ലാൻഡ് ആണ്. ഓക്കെ, ഇപ്പം ഞാൻ എക്സ് ഹു ഈസ് നോട്ട് എൻ ഓണർ,
ഓക്കെ അറ്റ്ലീസ്റ്റ് ഇത്ര വർഷം നമ്മളുടെ ഓണറിന് അറിയാം മറ്റേ ആള് ഇത് യൂസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ ഓണറിന് അറിയാം. എന്നിട്ടും ഓണർ ഒന്നും എതിർക്കുന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തില് എന്ത് ചെയ്യാണ്, മറ്റേ ആളത് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ലാൻഡിൽ ആ ലാൻഡിൽ അയാൾ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ഓണർക്ക് അറിയും ചെയ്യും ഇയാൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. പക്ഷെ ഓണർ മിണ്ടുന്നില്ല. ഓക്കെ, ഓണർ ഒന്നും മിണ്ടുന്നില്ല, ഓണർ അത് വെക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ അങ്ങനെ ആവുമ്പോ ആ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് ആ പ്രോപ്പർട്ടി പിന്നീട് പൊസഷൻ ആയിട്ട് അതിലൊരു കണക്കുണ്ട്, അറ്റ്ലീസ്റ്റ് 12 years എങ്കിലും അയാള് അത് യൂസ് ചെയ്യണം. ഈ എക്സ് എന്ന് പറയുന്ന ആള് ഹു ഈസ് നോട്ട് എൻ ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി, അയാള് ഈ ഒരു ലാൻഡിന് ഇവിടെ ഓണർ ഉണ്ട് കേട്ടോ. ഓണർ എന്ത് ചെയ്യുന്നില്ല, ഓണർക്ക് അറിയാം എക്സ് എന്ന് പറയുന്ന ആൾ ഇവിടെ കൾട്ടിവേഷൻ നടത്തുന്നുണ്ട്, അയാൾ എന്നും ഇവിടെ വന്നു പോകുന്നുണ്ട്, എല്ലാം ഇയാൾ കാണുന്നുണ്ട്. ഓക്കെ, 12 വർഷം, അറ്റ്ലീസ്റ്റ് 12 വർഷം അയാൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇയാളൊന്നും പറയണില്ല എന്നുണ്ടെങ്കിൽ 12 വർഷം കഴിയുന്നതോടുകൂടി എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് എന്തിനു പോകാൻ പറ്റും, ഇത് എന്റെ പ്രോപ്പർട്ടി, ഞാൻ ഇത്ര സമയം യൂസ് ചെയ്തിട്ടുണ്ട്, ഇത്ര വർഷം യൂസ് ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇത് എന്റെ പ്രോപ്പർട്ടി ആക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കാം അണ്ടർ അഡ്വേഴ്സ് പൊസഷൻ. ഇതൊരു ഗവൺമെന്റ് പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ടത് 30 years ആണ്. അല്ലാത്ത രീതിയിൽ അറ്റ്ലീസ്റ്റ് 12 years ആണ്. അറ്റ്ലീസ്റ്റ് 12. Is that clear everyone? ഓക്കെ, ഇത് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞതാണ്. കാരണം നിങ്ങൾക്ക് തോന്നും എങ്ങനെ ഒരാൾ പ്രൊഫഷനിലൂടെ അയാൾക്ക് എങ്ങനെ പ്രോപ്പർട്ടി കിട്ടുക എന്നുള്ളത്. ഫൈൻ. പിന്നെ ഗിഫ്റ്റ്, പർച്ചേസ്, ഇതിലൂടെയൊക്കെ നമുക്ക് പ്രോപ്പർട്ടി കിട്ടും. ഒരാൾ നമുക്ക് പ്രോപ്പർട്ടി ഗിഫ്റ്റ് വഴി തരികയാണ്, അല്ലെങ്കിൽ നമ്മൾ പോയി പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാണ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ബില്ല് വഴി കിട്ടുകയാണ്, അല്ലെ, ബില്ല് എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടുകയാണ്, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ആൻഡ് സക്സഷൻ വഴി കിട്ടുകയാണ്, അല്ല. ഇപ്പം ഒരു എക്സ് എന്ന് പറയുന്ന ആള് മരിക്കുന്നതിന് മുന്നേ ഒരു ബില്ല് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ബില്ലിനനുസരിച്ച് അയാളുടെ പ്രോപ്പർട്ടി പോകും സക്സഷൻ വഴി, അല്ലെങ്കിൽ ടെസ്റ്റമെന്ററി എന്ന് പറയും. നോൺ ടെസ്റ്റമെന്ററി, അയാൾ മരിച്ചപ്പോ അയാൾ ബില്ലൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളുടെ പേഴ്സണൽ ലോ അനുസരിച്ച്, ഇപ്പൊ അയാള് ഹിന്ദു ആണെന്നുണ്ടെങ്കിൽ ഹിന്ദു ലോ അനുസരിച്ച്, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ ശരീഅത്ത് ലോ അനുസരിച്ച്, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ആണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് അനുസരിച്ച് അയാളുടെ പ്രോപ്പർട്ടി കറക്റ്റ് ഡിവോൾവ് ചെയ്ത് പോകും. പിന്നെ അക്സഷൻ, ഒരു മിനിറ്റ്, ഓക്കെ. അപ്പം ഇൻഹെറിറ്റൻസ് ഓർ സക്സഷൻ വഴിയൊക്കെ പ്രോപ്പർട്ടി പോകും. പിന്നെ ആക്സഷൻ ആണ്. ആക്സഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ നമ്മളുടെ ലാൻഡില് ഫ്രൂട്ട്സ് വരികയാണ്, അല്ലെങ്കിൽ ഇപ്പം ഒരു വെള്ളപ്പൊക്കം വന്നതിന് ശേഷം, ഇപ്പൊ ഇവിടെ പുഴയായിരുന്നു എന്ന് വിചാരിക്കുക, ദിസ് ഇസ് മൈ ലാൻഡ്. അപ്പോൾ വെള്ളപ്പൊക്കം വന്നതിന് ശേഷം ഇവിടെ കുറെ സെഡിമെന്റ്സ് ഡെപ്പോസിറ്റ് ചെയ്തു, അങ്ങനെ എൻ്റെ ലാൻഡ് കുറച്ചും കൂടി വലുതായി, അത് ആക്സഷൻ ആണ്. അപ്പം അതും എൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് വരും. അപ്പൊ എങ്ങനെയൊക്കെ നമുക്ക് പ്രോപ്പർട്ടി സ്വന്തമാക്കാം എന്നുള്ളതാണ് മോഡ് ഓഫ് അക്വയറിംഗ് അല്ലെങ്കിൽ മോഡ് ഓഫ് അക്വസിഷൻ ഓഫ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഒന്നെങ്കിൽ ആക്സഷൻ. ആക്സഷന് ഉദാഹരണം അതാണ്. ചിലപ്പോൾ നാച്ചുറൽ ഗ്രോത്ത് ആയിട്ട് വരാം, അല്ലെങ്കിൽ ഫ്രൂട്ട്സ്, ഓഫ് സ്പ്രിങ്സ്, ഇതൊക്കെ നമ്മളൊന്നും ചെയ്യാതെ തന്നെ നമ്മളിലേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മളതാണ്. ഓക്കെ, അതാണ് ഞാൻ ആ ഫ്ലഡിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഉരുൾപൊട്ടൽ അല്ലെങ്കിൽ ഇത്തരമുള്ള എന്തെങ്കിലും ഒരു നാച്ചുറൽ, ബേസിക്കലി ഫ്ലഡിലൊക്കെയാണ് വരിക. കാരണം ഫ്ലഡിലൊക്കെയാണല്ലോ സെഡിമെന്റുകളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വരും. അപ്പൊ അങ്ങനെ ലാൻഡ് കുറച്ച് വലുതായാലൊക്കെ അത് നമുക്ക് തന്നെ സ്വന്തമായിട്ട് വരും. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ഇസ് ഇറ്റ് ക്ലിയർ? പിന്നെ നമുക്ക് വരുന്നത് ബൈ ഓപ്പറേഷൻ ഓഫ് ലോ ആണ്. അപ്പൊ കോടതി ഒരു ഡിഗ്രി വഴി, അല്ലെങ്കിൽ ഒരു ഇൻസോൾവൻസി, അല്ലെങ്കിൽ എസ്റ്റേറ്റ്, കോടതി അല്ലെങ്കിൽ നിയമപ്രകാരം നമുക്ക് കിട്ടുന്നതിനെയാണ്, അങ്ങനെ നമുക്ക് പ്രോപ്പർട്ടി കിട്ടും. പിന്നെ ഒറിജിനൽ ആൻഡ് ഡെറിവേറ്റീവ് അക്വിസിഷൻ ഉണ്ട്. ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ടൈം നമ്മൾ ആദ്യമായിട്ടൊരു പ്രോപ്പർട്ടിന്റെ മേലെ ഒരാൾക്ക് റൈറ്റ് കിട്ടുമ്പോൾ, അതായത് ഇതിന് മുന്നേ ആ പ്രോപ്പർട്ടിന്റെ പുറത്ത് ആർക്കും റൈറ്റ് ഇല്ല, അതിനെയാണ് നമ്മൾ ഒറിജിനൽ സക്സഷൻ എന്ന് പറയുന്നത്. ഇനി ഒറിജിനൽ അക്വിസിഷൻ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഫോൺ എടുക്കുന്നതും ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുന്നതും തമ്മിലുള്ള ഒരു സംഭവമാണിത്.
ഒറിജിനൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഫോൺ എടുക്കുകയാണ്, ഇതിന്റെ പുറത്ത് വേറൊരു ഓണറും ഇല്ല. അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ. ഡെറിവേറ്റീവ് അക്വിസിഷൻ എന്ന് പറയുമ്പോൾ അത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പോൾ ഓൾറെഡി അതിനൊരു ഓണർ ഉണ്ടായിരുന്നു, അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ്. എക്സിസ്റ്റിംഗ് ഓണർ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുകയാണ്. അത് നമുക്ക് സെയിൽ വഴിയാവാം, അല്ലെങ്കിൽ ഗിഫ്റ്റ് വഴി, ഇൻഹെറിറ്റൻസ്, ഇതിനൊക്കെ ഓൾറെഡി ഒരു ഓണർ ഉണ്ട്, അയാൾ പിന്നീട് നമുക്ക് തരികയാണ് ചെയ്യുന്നത്. ഇസ് ദാറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ. ഇനി ഓണർഷിപ്പ് ആണ്. ഒരു പ്രോപ്പർട്ടീന്റെ പുറത്ത് ലീഗൽ റൈറ്റുകൾ നമ്മൾ നോക്കുമ്പോൾ, ഇപ്പം ഒരു പ്രോപ്പർട്ടീന്റെ പുറത്ത് നിങ്ങൾക്ക് പൊസഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടീന്റെ പുറത്ത് നിങ്ങൾക്ക് ഓണർഷിപ്പ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, ആ വീട് നിങ്ങൾ റെന്റിന് കൊടുത്തു. അപ്പൊ പൊസഷൻ ഇല്ല നിങ്ങൾക്ക്, പക്ഷെ റെന്റിന് കൊടുത്തിരിക്കുകയാണ്, ഓണർഷിപ്പ് ഉണ്ട്. പൊസഷൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വേഴ്സ് പൊസഷന്റെ എക്സാമ്പിൾ എടുക്കാം. എന്റെ പ്രോപ്പർട്ടി അല്ല, പക്ഷെ ഞാൻ പൊസസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിൽ രണ്ടിലും നമ്മളൊരു തുലാസിലിട്ട് നമ്മൾ വേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഹയസ്റ്റ് ലീഗൽ റൈറ്റ് പോകുന്നത് ഓണർഷിപ്പിനാണ്. അങ്ങനെയാണ് നിയമം കാണുന്നത്. കാരണം ഈ ഓണർഷിപ്പിലെല്ലാം വരുന്നത്, അയാൾക്ക് വേണമെങ്കിൽ പൊസസ് ചെയ്യാം, അയാൾക്ക് എൻജോയ്മെന്റ് ചെയ്യാം, അയാൾക്ക് വേണമെങ്കിൽ ഡിസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ അത് ഡിസ്ട്രക്ട് ചെയ്യാം. ഓക്കെ. ഇപ്പൊ അബ്സല്യൂട്ട് ആയിട്ടുള്ളതുണ്ട്, അബ്സല്യൂട്ട് ഓണർഷിപ്പ് ഉണ്ട്, ലിമിറ്റഡ് ഓണർഷിപ്പ് ഉണ്ട്, സോൾ ഓണർഷിപ്പ് ഉണ്ട്, കോ ഓണർഷിപ്പ് ഉണ്ട്. അബ്സല്യൂട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എന്തും അതിൽ ചെയ്യാൻ പറ്റും, എനിത്തിങ് യു ക്യാൻ ഡു ഇൻ വിത്ത് യുവർ പ്രോപ്പർട്ടി. ലിമിറ്റഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. ഓക്കെ. സോൾ എന്ന് പറയുകയാണെങ്കിൽ അതിന്റെ അവകാശം നിങ്ങൾ മാത്രമാണ്. കോ ഓണർഷിപ്പ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വേറെ ഓണേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടീന്റെ പുറത്തുള്ള ലീഗൽ റൈറ്റ്സുകൾ നോക്കുന്ന സമയത്ത് ഏറ്റവും മുൻതൂക്കമുള്ള ലീഗൽ റൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഓണർഷിപ്പ്. ഓക്കെ. ദാറ്റ് ഇസ് ഹയസ്റ്റ് ലീഗൽ റൈറ്റ് ഓവർ എ തിങ്. ഓക്കെ. നെക്സ്റ്റ് നമ്മളുടെ പൊസഷൻ ആണ്. പൊസഷൻ നിങ്ങൾക്കറിയാം, ഒരു ഫിസിക്കൽ കൺട്രോൾ ആണ് നമുക്ക്. ഓക്കെ. അല്ലെങ്കിൽ ഒരു ഇന്റൻഷൻ ടു പൊസസ്, രണ്ടും ഉണ്ട് അല്ല, ഫിസിക്കൽ കൺട്രോൾ ആണ്. അപ്പൊ കൺട്രോളും ഉണ്ട്, ഇന്റൻഷനും ഉണ്ട്. അപ്പൊ ലോഫുൾ പൊസഷൻ ഉണ്ടായിരിക്കും. ലോഫുൾ എന്ന് പറയുമ്പോൾ റെന്റിൽ നമ്മൾ ആ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ലോഫുൾ പൊസിഷൻ തന്നെയാണ്. അൺലോഫുൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ റെന്റ് കൊടുക്കാത്ത സമയങ്ങളിൽ അവിടെ നിൽക്കുന്നതാണ് ലോഫുൾ പൊസിഷൻ ആണ്. ആക്ച്വൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ വീട്ടിന്റെ ഉള്ളിലുണ്ട്. കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ വീടിന്റെ ചാവിയാണുള്ളത്. യു നോട്ട് ലിവിങ് ദർ, ബട്ട് യു ഹാവ് ദാറ്റ് കീ വിത്ത് യു. പിന്നെ ഇമ്മീഡിയറ്റ് പൊസിഷനിലുണ്ട്. ഇമ്മീഡിയറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് പൊസിഷൻ ഒറ്റയടിക്ക് നമുക്ക് ആക്സസ് ഇല്ല, പക്ഷെ ഒരു ഇമ്മീഡിയറ്റ് പൊസിഷൻ ആണ് ഉള്ളത്. ഓക്കെ. സോ ഇത്രയാണ് പൊസിഷൻ. ബേസിക്കലി അതൊരു ഫിസിക്കൽ കൺട്രോൾ. നമുക്ക് ആ പ്രോപ്പർട്ടീന്റെ പുറത്തൊരു ഫിസിക്കൽ കൺട്രോൾ ഉണ്ട്. ആൻഡ് യു ഹാവ് ഓൾസോ an intention to possess. അത് പൊസസ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷൻ കൂടി നിങ്ങൾക്കുണ്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. അത്രയാണ് പൊസഷൻ. ഇതിനെ പറ്റിയൊക്കെ ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയാൽ മതി. കാരണം നമുക്ക് ഓപ്ഷൻസ് വരുമ്പോൾ ആ ഓപ്ഷൻസിലോട്ട് എത്താൻ കഴിഞ്ഞാൽ മതി. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിലുണ്ടെങ്കിൽ യു ക്യാൻ ലോജിക്കലി തിങ്ക് ആൻഡ് യു ക്യാൻ കം ടു എ കൺക്ലൂഷൻ. റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു ഇൻട്രസ്റ്റ് ആണ്. അത് ലീഗലി ഒരു ലീഗൽ ബാക്കപ്പ് ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആണ്, അല്ലെ? ഫോർ എക്സാമ്പിൾ, ഇപ്പം ഇത് എന്റെ വീടാണ്, എനിക്ക് ആ വീട്ടിൽ വെക്കാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പൊ ആ റൈറ്റ് ശരിക്കും എപ്പോഴാണ് ഒരു റൈറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക? ആരെങ്കിലും അത് വയലേറ്റ് ചെയ്യപ്പെട്ട കഴിഞ്ഞാൽ എനിക്ക് നിയമത്തിന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് അവിടെ. അതിനെയാണ് നമ്മൾ റൈറ്റ് എന്ന് വിളിക്കുക, അല്ലെ? ഫണ്ടമെന്റൽ റൈറ്റ്സിനെ നമ്മൾ എന്തുകൊണ്ടാണ് റൈറ്റ്സ് എന്ന് വിളിക്കാൻ കാരണം? അതിനൊരു ബാക്കപ്പ് ഉണ്ട്, ലീഗൽ ബാക്കപ്പ് ഉണ്ട്. ഇൻ കേസ് അത് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ മുന്നിൽ പോവാം. ഓക്കെ. അപ്പൊ എല്ലാ റൈറ്റിനും ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്, ഒരു ടൈറ്റിൽ ഉണ്ട്, ഒരു സാങ്ഷൻ ഉണ്ട്. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അത് ഓരോ റൈറ്റിന് ഓരോ കാറ്റഗറി ആയിട്ട്, ഇപ്പൊ നമ്മള് ഫോർ എക്സാമ്പിൾ സാങ്ഷൻ എന്നുള്ള വേർഡ് എനിക്ക് തോന്നുന്നു യു നോ ഇറ്റ്, അല്ലെ? സാങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എനിബഡി? എങ്ങനെ? പണിഷ്മെന്റ്. അതായത് ഇൻ കേസ് ആരെങ്കിലും വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? ഏത് ആർട്ടിക്കിളാണ് ഇൻവോക്ക് ചെയ്യാൻ പറ്റുക?
അതിൽ അൺമ്യൂട്ട് ചെയ്ത് പറയണം. 226 and 32. 226 and 32 ആണ് അല്ലെ. അപ്പം അതേപോലെ തന്നെ നമുക്ക് സാങ്ഷൻ എന്ന് പറയുമ്പോൾ യു ക്യാൻ ഗോ ആൻഡ് യു ഗെറ്റ് സം റെമഡി ഓഫ് ഇറ്റ്. ഓക്കെ, ഈ സബ്ജക്ട് ഓഫ് റൈറ്റ് എന്ന് പറയുമ്പോൾ ദ പേഴ്സൺ ഹൂ ഹോൾഡ്സ് ദ റൈറ്റ്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞ മാതിരി എന്റെ ഏതാണോ ആ പേഴ്സൺ അയാളെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് വിളിക്കുക. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്റെ വീടാണ്. വീടാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. കണ്ടന്റ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ആ വീട്ടിൽ നിൽക്കാനുള്ള റൈറ്റ്, എനിക്ക് ആ വീട്ടിൽ വേറെ ആരെയും കയറ്റാതിരിക്കാനുള്ള റൈറ്റ്, എനിക്ക് ആ വീട് വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം അല്ലെ, അതൊക്കെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പം ടൈറ്റിൽ എന്ന് പറയുമ്പോൾ ആ ടൈറ്റിൽ ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്താ പറയാ, ആ ടൈറ്റിൽ എന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ആ റൈറ്റ് എനിക്ക് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. ചിലപ്പോൾ അതെനിക്ക് സെയിൽ വഴിയാവാം, അല്ലെങ്കിൽ ബില്ല് വഴിയാവാം. അങ്ങനെയായിരിക്കും എനിക്ക് ആ ടൈറ്റിൽ കിട്ടിയിട്ടുണ്ടാവുക. ഓക്കെ, പിന്നെ സാങ്ഷൻ എന്ന് പറയുമ്പോൾ എൻ്റെ വീട് ആരെങ്കിലും ആരിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ഫയൽ എ സൂട്ട് അഗെയിൻസ്റ്റ് ഇറ്റ്. അതിൻ്റെ ഒരു കണ്ടൻസ് എന്ന് പറയുന്നത് ഇതൊന്ന് മനസ്സിലാക്കിയാൽ മതി. എൻ്റെ വീട് എന്നുള്ള ഞാൻ പറഞ്ഞ സംഭവം ഒന്ന് ഓർത്തിരുന്നാൽ മതി. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ആരുടെ റൈറ്റ് ആണോ, ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പോൾ വീടാണോ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ റൈറ്റുകളാണ് ആ വീടിനെ ചുറ്റിപ്പറ്റി നിങ്ങൾക്ക് ഉള്ളത്, എന്തൊക്കെയാണുള്ളത്. എനിക്കത് യൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്കത് എൻജോയ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, എനിക്ക് വേറെ ആരെയും ആ വീട്ടിൽ കയറ്റേണ്ട ആവശ്യമില്ല, ബിക്കോസ് ദാറ്റ് ഇസ് മൈ ഓൺ പ്രൈവറ്റ് പ്രോപ്പർട്ടി. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അല്ല. പിന്നെ ആ വീടിന്റെ ടൈറ്റിൽ എനിക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത്. പിന്നെ വാട്ട് ഇസ് ദ സാങ്ഷൻ. സാങ്ഷൻ മീൻസ് ആ വീട്ടിലേക്ക് നാളെ ആരെങ്കിലും അതിക്രമിച്ച് കയറി കഴിഞ്ഞാൽ വാട്ട് ഓൾ ദ റെമഡീസ് ദാറ്റ് ഐ ക്യാൻ ഗോ വിത്ത്. Is that clear everyone? Clear ആണോ? ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് റൈറ്റുകൾ. പല ടൈപ്പ് റൈറ്റുകളുണ്ട്, കൈൻഡ്സ് ഓഫ് റൈറ്റ്സ് പല ടൈപ്പ് ഉണ്ട്. ഓക്കെ, അതിലൊന്ന് പെർഫെക്റ്റ് ആൻഡ് ഇംപെർഫെക്റ്റ് റൈറ്റ് ഉണ്ട്. പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു റൈറ്റ് എപ്പോഴും പെർഫെക്റ്റ് ആവുന്നത് അതിന് നമുക്ക് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് നമുക്കൊരു റെമഡി ഉണ്ടാവുമ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് റൈറ്റ് എന്ന് പറയാൻ പറ്റും. ബിക്കോസ് ദാറ്റ് ഇസ് ലീഗലി എൻഫോഴ്സബിൾ ഇൻ കോർട്ട്. ഒരു റൈറ്റ്സ് നമ്മൾ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നത് അത് നമുക്ക് കോടതി വഴി എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ടൈം ബാർഡ് ഡെറ്റ്. ടൈം ബാർഡ് ഡെറ്റ് നമുക്ക് ഒരു ഡെറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള മാക്സിമം ടൈം എന്ന് പറയുന്നത് 3 വർഷമാണ്. ആ 3 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കടം കിട്ടിയിട്ടില്ല. ഞാൻ ഒരാൾക്ക് കടം കൊടുക്കും, എന്നിട്ട് അയാൾ തിരിച്ചു തരേണ്ട ഒരു സമയം ഉണ്ടായിരുന്നു. എന്നിട്ട് ആ തിരിച്ചു തരേണ്ട സമയം തൊട്ട് 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ കേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കോടതി വഴി പോകാൻ പറ്റില്ല. അയാൾ നാളെ പൈസ തന്നാൽ നിങ്ങൾക്ക് വാങ്ങാം, അല്ലാതെ യു കനോട്ട് ഗോ ടു ദ കോർട്ട് ആൻഡ് എൻഫോഴ്സ് ഇറ്റ്. ഇപ്പൊ ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് പൈസ കൊടുത്തു, അയാൾ ജാനുവരിയിൽ എനിക്ക് റിട്ടേൺ ചെയ്യാന്ന് പറഞ്ഞു. ജാനുവരി ആയിട്ടും അയാൾ റിട്ടേൺ ചെയ്തിട്ടില്ല. ജാനുവരി പ്ലസ് 3 years വരെ എനിക്ക് സമയമുണ്ട് ആ ഡേറ്റിന് ശേഷം കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ കേസ് കൊടുത്തിട്ടില്ല. പിന്നെ എനിക്ക് റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ ഐ കനോട്ട് എൻഫോഴ്സ് ഇറ്റ് ഇൻ കോർട്ട്. അയാൾ തരികയാണെങ്കിൽ അതിന് ശേഷം അയാൾ എപ്പോൾ തരികയാണെങ്കിലും ഈ 3 വർഷത്തിന് ശേഷം തരികയാണെങ്കിൽ എനിക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്കത് കോടതി വഴി മൂവ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡിലേ കണ്ടോണേഷൻ ഒന്നും വരില്ല. ഡിലോ കണ്ടോണേഷൻ ഒക്കെ കോടതിക്ക് എല്ലാ രീതിയിലൊന്നും കോടതി ഇത് എന്റർടൈൻ ചെയ്യൂല. ഇഫ് ദ കോർട്ട് ഫൈൻഡ്സ് ഇറ്റ് ജെന്യുയിൻ റീസൺ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കോർട്ട് അത് എന്റർടൈൻ ചെയ്യുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് റൈറ്റ്സ് ആണ്. പോസിറ്റീവ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറയുന്ന റൈറ്റിനെയാണ് പ്രോപ്പർട്ടി റൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഡു സംതിങ്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. റൈറ്റ് ടു മെയിൻ്റനൻസ്, ഒരു ഭർത്താവ് സ്ത്രീക്ക് മെയിൻ്റനൻസ് കൊടുക്കാൻ പറയാണ് നിങ്ങളോട്. എന്തെങ്കിലും ചെയ്യാൻ പറയുന്നതിന് വി കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് റൈറ്റ്സ്. എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറയുന്നത് തന്നെയാണ് നമ്മൾ നെഗറ്റീവ് റൈറ്റ്സ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മളാരും വേറൊരാളുടെ പ്രൈവസിയിൽ ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അപ്പൊ അതൊരു നെഗറ്റീവ് റൈറ്റ് ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഈസ് ടെല്ലിങ് യു ടു ഡു നോട്ട് ടു ഡു സംതിങ്. എനിക്ക് എന്റെ അയൽവാസിയുടെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിൽ പോയി ട്രസ്പാസ് ചെയ്യാൻ പാടില്ല. അപ്പൊ പാടില്ലാത്ത റൈറ്റുകളെയാണ്, ചെയ്യാൻ പാടില്ലാത്തതിനെയാണ് വി കോൾ ഇറ്റ് ആസ് നെഗറ്റീവ് റൈറ്റ്സ്. ചെയ്യാൻ പറ്റുന്നതിനെയാണ് വി കോൾ ഇറ്റ് ആസ് പോസിറ്റീവ് റൈറ്റ്സ്. ഇസ് ദാറ്റ് ക്ലിയർ? പിന്നെ റൈറ്റ് ഇൻ റെം ആൻഡ് റൈറ്റ് ഇൻ പേഴ്സൺ ആണ്. റൈറ്റ് ഇൻ റെം എന്ന് പറയുമ്പോൾ നമുക്ക് അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ് അത് എക്സസൈസ് ചെയ്യാൻ പറ്റും ആ റൈറ്റ്.
എന്റെ വീട്ടില് എന്റെ സ്വന്തം വീടാണ്, എന്റെ സ്വന്തം ഓണർഷിപ്പ് ആണ്. എനിക്ക് ആ വീട്ടിൽ ആരും കയറ്റേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ വേറെ ആര് കയറിയാലും ഐ ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ്, അല്ലെങ്കിൽ എനിക്ക് അതിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇൻ പേഴ്സണം എന്ന് പറയുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാനും അഞ്ജിതയും തമ്മിൽ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ്. ഞാനോ അല്ലെങ്കിൽ അഞ്ജിതയോ ആ കോൺട്രാക്ട് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അഞ്ജിതയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ അഞ്ജിതയ്ക്ക് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും. എനിക്ക് വേറെ ആരെങ്കിലും അതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഈസ് റൈറ്റ് ഇൻ പേഴ്സണം. അത് ഞങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ എനിക്ക് അഞ്ജിതയോട് സ്പെസിഫിക്കലി മാത്രമേ ആ റൈറ്റ് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അഞ്ജിതയ്ക്ക് എന്നോട് മാത്രമേ അത് പറ്റുള്ളൂ. ഇൻ റെം എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അഗെയിൻസ്റ്റ് ദ ഹോൾ വേൾഡ്. ആര് എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാലും ഐ ക്യാൻ go against it because that is a right which I can exercise against the whole world. ഇന്ന ഒരാളിലേക്ക് മാത്രം അത് ഒതുങ്ങുന്നില്ല. Is that clear everyone? Okay, ജസീല ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണ് മാം, ക്ലിയർ ആണ്. ഓക്കെ. നെക്സ്റ്റ് പ്രൊപ്രൈറ്ററി ആൻഡ് പേഴ്സണൽ റൈറ്റ്സ് ആണ്. പ്രൊപ്രൈറ്ററി എന്ന് പറയുമ്പോൾ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റ്സിനെയാണ് we call it as proprietary rights. ഓക്കെ. പേഴ്സണൽ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പേഴ്സണെയോ അല്ലെങ്കിൽ സ്റ്റേറ്റസിനെയോ സംബന്ധിച്ചിട്ടുള്ള റൈറ്റ്സിനെയാണ് we call it as personal rights എന്നുള്ളത്. ഓക്കെ. ഇപ്പം എന്റെ പേഴ്സണൽ റൈറ്റ് ആണ് റൈറ്റ് ടു പ്രൈവസി. നേരെ മറിച്ച് എന്റെ വീട്ടിലുള്ള എന്റെ റൈറ്റ് ദാറ്റ്സ് എ പ്രൊപ്രൈറ്ററി റൈറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഇസ് പ്രൈമറി ആൻഡ് സെക്കൻഡറി റൈറ്റ്സ്. ഒരു ഇൻഡിപെൻഡന്റ് റൈറ്റ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന റൈറ്റിനെയാണ് നമ്മൾ ഇൻഡിപെൻഡന്റ് റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. പ്രൈമറി റൈറ്റ് ഇപ്പൊ എന്റെ വീട്ടില്, എന്റെ വീട് എന്റെ ഓണർഷിപ്പ് അല്ലെ, വീട്ടില് എന്റെ വീടിനോടുള്ള അല്ലെങ്കിൽ എന്റെ വീട്ടിൽ എന്റെ ഓണർഷിപ്പ് ഉണ്ടല്ലോ, ദാറ്റ് ഇസ് എ പ്രൈമറി റൈറ്റ്. നാളെ നിങ്ങൾ ആരെങ്കിലും അത് ബ്രീച്ച് ചെയ്ത് വരികയാണ്, എന്റെ വീട്ടിലേക്ക് ട്രെസ്പാസ് ചെയ്ത് വരുമ്പോൾ എനിക്ക്, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും നശിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് ഡാമേജസ് കിട്ടണം. അതെന്റെ സെക്കൻഡറി റൈറ്റ് ആണ്. അതൊരു പ്രൈമറി റൈറ്റിൽ നിന്നാണ് സെക്കൻഡറി റൈറ്റ് വരുന്നത്. ഇതാ ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ദാറ്റ്സ് ഓൾ. ഇനി നമുക്ക് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് ഉണ്ട്. പിന്നെ വി ഹാവ് ഓൾസോ ടു കവർ പീനോളജീന്റെ കുറച്ച് പോർഷൻസും കൂടിയും കവർ ചെയ്യാനുണ്ട്. ഓക്കെ. അപ്പൊ ഇന്ന് നമുക്കിടയിൽ കുറച്ച് ഗ്ലിച്ചസ് ഒക്കെ വന്നു. ബട്ട് ഐ ഹോപ്പ് എവറിത്തിങ് ഈസ് ക്ലിയർ ടു യു. ഓക്കെ. ഇനി ആർക്കെങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ പേഴ്സണലി മെസ്സേജ് മീ, അല്ലെങ്കിൽ നെക്സ്റ്റ് ക്ലാസ് തുടങ്ങുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. നമുക്ക് അതൊന്നും കൂടി നെക്സ്റ്റ് ക്ലാസ് എന്തായാലും ഞാൻ ഇതുവരെ എടുത്തത് ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ബാക്കിയിലോട്ട് പോവാം. ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായോ? നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നതായിരുന്നോ? ഇതിൽ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഡെഫിനറ്റ്ലി ഐ ബി സ്വിച്ചിങ് ഓൺ മൈ ക്യാമറ ആൻഡ് എവറിത്തിങ്. ഓക്കെ. Okay, so thank you so much. So see you. Okay, next class all the best.